നമസ്തേ. തമിഴ്നാട്ടിൽ ബി.ജെ.പിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിലാണ് എസ്.ഡി.പി.ഐ. ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എ മുന്നണി തമിഴ്നാട്ടിൽ ശക്തമാവുകയാണ് എന്നറിഞ്ഞതോടെയാണ് എസ്.ഡി.പി.ഐക്ക് ഇത്ര വെപ്രാളം. അമിത്ഷായുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ബി.ജെ.പിയും എ.ഐ.ഡി.എം.കെയും കൈകോർക്കുകയാണ് എന്ന് കണ്ടതോടെ എ.ഐ.ഡി.എം.കെയുമായുള്ള സഖ്യം വിട്ട് സ്റ്റാലിന്റെ ഡി.എം.കെയ്ക്കൊപ്പം പോകാനാണ് എസ്.ഡി.പി.ഐയുടെ തീരുമാനമെന്നാണ് സൂചനകൾ. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഡി.എം.കെ നേതാവും മുഖ്യമന്ത്രിയുമായ എം.കെ സ്റ്റാലിൻ ധീരമായ നിലപാടെടുത്തതിനാലാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതെന്നതായിരുന്നു എസ്.ഡി.പി.ഐയുടെ തമിഴ്നാട് നേതാക്കൾ പറഞ്ഞതെങ്കിലും ബി.ജെ.പി എ.ഐ.ഡി.എം.കെ മുന്നണി രൂപപ്പെട്ടതോടെയാണ് പൊടുന്നനെ എസ്.ഡി.പി.ഐ ഡി.എം.കെയോട് അടുക്കുന്നതെന്ന് വ്യക്തം സ്പഷ്ടം. എസ്.ഡി.പി.ഐയുടെ സീനിയർ നേതാവായ നെല്ലായി മുബാറക്കിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഡി.എം.കെ ആസ്ഥാനത്തെത്തി സ്റ്റാലിനെ കണ്ട് അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാലിനെ അഭിനന്ദിക്കാൻ മാത്രമാണ് തങ്ങൾ പോയതെന്നും ഇതിനർത്ഥം സ്റ്റാലിനുമായി സഖ്യമുണ്ടാക്കിയെന്നല്ല എന്ന് നെല്ലായി മുബാറക് പറയുമ്പോഴും കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ട് പോലെ എസ്.ഡി.പി.ഐയെയും സംശയാസ്പദമായ ഭീകരവാദ ബന്ധത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കെ ഡി.എം.കെ നേതാവ് സ്റ്റാലിൻ ഇവരെ ഡി.എം.കെ മുന്നണിയിലേക്ക് സ്വീകരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഏതു വിധേനയും ജയമുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്റ്റാലിൻ എസ്.ഡി.പി.ഐയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചേക്കാമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. അണ്ണാമലയെ മാറ്റി പകരം നയനാർ നാഗേന്ദ്രനെ തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അവരോധിച്ചിരിക്കുകയാണ് അമിത്ഷാ. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം.കെ സ്റ്റാലിനെ തൂത്തെറിയുക എന്നത് തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അണ്ണാമലയ്ക്ക് പകരക്കാരനായി ബി.ജെ.പിയുടെ തലപ്പത്തെത്തിയ നയനാർ നാഗേന്ദ്രൻ പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ആരാണ് നയനാർ നാഗേന്ദ്രൻ? ബിസിനസ്സും രാഷ്ട്രീയവും ഒരുപോലെ പയറ്റുന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ് നയനാർ നാഗേന്ദ്രൻ. മുൻപ് എ.ഐ.ഡി.എം.കെ നേതാവും എ.ഐ.ഡി.എം.കെ മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്ന അദ്ദേഹം ജയലളിതയുടെ മരണശേഷമാണ് എ.ഐ.ഡി.എം.കെ വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി.ജെ.പി നിയമസഭാ കക്ഷി നേതാവാണ് എം.എൽ.എ കൂടിയായ നയനാർ നാഗേന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ വരവ് എ.ഐ.ഡി.എം.കെ ബി.ജെ.പി സഖ്യത്തിന്റെ സുഗമമായ മുന്നോട്ടുപോക്കിന് സഹായകരമാകുമെന്ന് തന്നെയാണ് അമിത്ഷായുടെ കണക്കുകൂട്ടൽ. 1960 ഒക്ടോബർ 16 വടിവേശ്വരത്ത് ജനിച്ച നാഗേന്ദ്രൻ 2001 മുതൽ 2006 വരെ എ.ഐ.ഡി.എം.കെ സർക്കാരിൽ നയനാർ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. 2017 നയനാർ ബി.ജെ.പിയിൽ ചേരുന്നത്. നിലവിൽ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവായ നാഗേന്ദ്രൻ തേവർ എന്ന സമുദായ അംഗമാണ് എന്നുള്ളതാണ് നയനാരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത്. നയനാർ നാഗേന്ദ്രൻ 2020 മുതൽ തമിഴ്നാട് ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുനെൽവേലി മണ്ഡലത്തിൽ നിന്ന് പാർട്ടി ടിക്കറ്റിൽ വിജയിച്ചിരുന്നു. തീർച്ചയായും തമിഴ്നാടിന്റെ ഭാവി നാഗേന്ദ്രന്റെ കൈകളിൽ ഭദ്രം തന്നെയായിരിക്കും.